ആയിരങ്ങൾ നൽകിയ ഊഷ്മളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് BJP സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖരനെ തീരുമാനിക്കുമ്പോൾ ബിസിനസ്സിലും രാഷ്ട്രീയത്തിലും ഉൾപ്പെടെ പ്രവർത്തിച്ച മേഖലകളിലെല്ലാം സൃഷ്ടിച്ച വിജയഗാഥകൾ തന്നെയാണ് പ്രധാന പരിഗണനയായത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വിജയത്തിന് സമീപം വരെ എത്തിയ കുതിപ്പ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിന് സ്വീകാര്യനാണെന്ന ബോധ്യത്തിലേക്ക് കേന്ദ്ര നേതൃത്വത്തെ എത്തിച്ചു. RSS എന്ന സുശക്ത സംഘടനാ സംവിധാനത്തിന്റെ കുടക്കീഴിൽ നിൽക്കുമ്പോഴും അതിസങ്കീർണമായ ഗ്രൂപ്പ് പോര് BJP സംസ്ഥാന സംഘടനാ സംവിധാനത്തിന്റെ ദൗർബല്യമെന്ന കണ്ടെത്തൽ കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന ഒറ്റ പേരിലേക്ക് കേന്ദ്ര നേതൃത്വത്തെ എത്തിച്ച മറ്റൊരു ഘടകം. ചേരിതിരിഞ്ഞുള്ള ഗ്രൂപ്പ് പോരുമായി നടന്നാൽ സംസ്ഥാനത്തെ നേതാക്കളുടെ രാഷ്ട്രീയ അവസരങ്ങൾക്ക് ബുദ്ധിമുട്ടാകും എന്ന കടുത്ത മുന്നറിയിപ്പ് കൂടിയുണ്ട് ഈ തീരുമാനത്തിൽ. സംസ്ഥാന പ്രസിഡന്റായി അവരോധിക്കപ്പെടുമ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രവർത്തന ശൈലി എങ്ങനെയായിരിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഗ്രൂപ്പിന് അതീതമായ സ്വീകാര്യത പാർട്ടിയിൽ രാജീവ് ചന്ദ്രശേഖരന് ലഭിക്കുമോ? സംസ്ഥാനമെമ്പാടും ഓടി നടന്ന് സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുമോ? ജില്ലകൾ വിഭജിച്ച് പുതിയ സംഘടനാ സംവിധാനത്തിലേക്ക് മാറിയ കേരള BJPയെയാണ് രാജീവ് ചന്ദ്രശേഖരന് ഇനി നയിക്കേണ്ടത്. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും, തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകളിലെ ഭരണം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം, അങ്ങനെ ഒട്ടേറെ സ്വപ്നങ്ങളുണ്ട് കേരളത്തിൽ BJP കേന്ദ്ര നേതൃത്വത്തിന്. അതിലേക്ക് പാർട്ടിയെ സജ്ജീകരിക്കുക എന്നതാണ് രാജീവിനെ കാത്തിരിക്കുന്ന വെല്ലുവിളി. ഈ ഭാരിച്ച ചുമതലകളിൽ ടെക്നോക്രാറ്റായ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രവർത്തനം രാഷ്ട്രീയ കേരളത്തിന്റെ കൗതുകമാണ്. ഗ്രൂപ്പും ചേരിതിരിവും ഉണ്ടായാലും പ്രവർത്തന വിജയം ഉറപ്പാക്കുന്നവർക്ക് സംഘടനാ ചുമതലയിൽ നിലനിൽക്കാം, അല്ലാത്തവർക്ക് ഒഴിയാമെന്ന കോർപ്പറേറ്റ് ഫയറിംഗ് ശൈലിയാകുമോ രാജീവ് ചന്ദ്രശേഖരന്റേത്? ഏതായാലും ഗ്രൂപ്പ് വീതം വെപ്പിന് അതീതമായി ഒരാൾ നയിക്കാനെത്തുന്നത് BJP കേരള ഘടകത്തിലും സംഘപരിവാറിന്റെ അണികൾക്കും വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.